ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് മമ്മി ഇഞ്ചി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, മമ്മി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. മമ്മി ഹായ് മക്കളെ, അതെ നമ്മൾ ഇന്നൊരു ഇഞ്ചി കറി വയ്ക്കാൻ പോവാം. അത് ഇഞ്ചിക്കറി വറുത്തരച്ച് ഇഞ്ചിക്കറി വയ്ക്കും. മറ്റേ പുളിയിഞ്ചി വെച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടു നോക്കും. ഏത് കറിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നോക്കി ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു ഇഞ്ചിക്കറിയാണ് വെക്കണേ. പഴയ കാരണന്മാർ വെക്കണ കറിയില്ലേ, അതുപോലെ. അപ്പോൾ ഇത് എളുപ്പമുള്ള കറിയാണ് ഈ പുളിയിഞ്ചി. ഇത് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇഞ്ചി, തേങ്ങ കൊത്തിയെടുത്ത് നമ്മൾ പായസത്തിന് വറുത്ത് ഇടുന്ന പോലെ വറുത്ത് ഇതിൽ ചേർക്കണം ഇഞ്ചിക്കറിയിൽ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തേങ്ങ, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വറുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അരിഞ്ഞണം കണ്ടോ കേട്ടോ. ഒന്ന് ഇങ്ങനെ കൊത്തി അങ്ങ് അരിഞ്ഞിട്ട് ഇഞ്ചി അങ്ങ് വറക്കണം. അല്ല ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മൾ തേങ്ങയും മുളകും മല്ലിയും മുളകും ഒക്കെ കൂടെ വറുത്ത് അരച്ച് ചേർത്ത് വയ്ക്കും. നല്ല ടേസ്റ്റാണ് അത്. പണ്ടൊക്കെ പൊലിമ വേണമല്ലോ കറി വെച്ചാൽ, അതിന് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഈ കറി ഇരുന്നാലും ചീത്തയാവില്ല കേട്ടോ. അത് പുളിയിഞ്ചിയും ചീത്തയാവില്ല. ആ പുളിയിഞ്ചി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം, എളുപ്പമുള്ളതുകൊണ്ട്. ഇതേപോലെ അങ്ങ് കൊത്തി അരിഞ്ഞെടുക്കണം. കണ്ടോ? ഇനി ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഹായ്, ഇഞ്ചിക്കറിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചു, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു, ശർക്കര, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിക്ക് എരിവുള്ളത് കൊണ്ട് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. കറിവേപ്പില, പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. തേങ്ങ, കറിവേപ്പില, തേങ്ങയുടെ കൂടെ കറിവേപ്പില ഇട്ട് വറുക്കാനാണ്. വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുത്തിട്ട് വേണം നമുക്ക് ഇഞ്ചി വറുക്കാം. എടുക്കാം. തേങ്ങ മൂപ്പാകുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇതൊന്ന് ചുമന്ന് വരട്ടെ. അപ്പോൾ ഞാൻ കാണാം കേട്ടോ. കാണിച്ചു തരാവേ. തേങ്ങ വറുത്തരച്ച് ഇഞ്ചിക്കറിയാണ് ഇപ്പോൾ നമ്മൾ വയ്ക്കുന്നത്. മല്ലിപ്പൊടി ഇങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂണ്, ശകലവും കൂടെ അങ്ങിടാം. ഇത്രയേ ഉള്ളൂ. മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എന്നാന്ന് വെച്ചാൽ അതിന് എരിവുള്ളത് കൊണ്ട് ഇത് മതി. ഞാൻ ശകലോടെ നമുക്കങ്ങ് ഇട്ടേക്കാം. നമ്മൾ എന്ത് പാകത്തിനിട്ടാലും ഇച്ചിരിയോടെ പോരായ എന്നുള്ളത് കണക്ക് കൂട്ടൽ. അപ്പം നമ്മൾ ഈ കറിയുടെ ഏറ്റവും രുചി എന്നാണെന്നറിയാമോ? ഈ തേങ്ങയും മുളകും മല്ലിപ്പൊടിയും കൂടെ ഇതങ്ങ് മൂത്ത് വരുമ്പോൾ ഇതിന് നല്ല മണവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് വരുന്നത്. ഇത് വേണ്ട പോലെ അങ്ങ് മനസ്സറിഞ്ഞ് അങ്ങ് വറുത്തെടുക്കണം, കരിയാതെ. ഞാനൊക്കെ നേരത്തെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യും. ഇപ്പോൾ എളുപ്പപ്പണി ആയതുകൊണ്ടാണ് ഈ പുളിയിഞ്ചി എന്ന് പറയുന്ന സംഭവം. അത് നല്ല സൂപ്പറാട്ടോ. സദ്യക്കൊക്കെ അതാണ് നമ്മൾ വയ്ക്കണത്. അത് ഞാൻ വെച്ച് ഇട്ടിട്ടുണ്ട്. അത് എടുത്ത് കീഴോട്ട് എടുത്ത് നോക്കണം. എല്ലാവരും ഓണത്തിന് സദ്യ ഉണ്ടാക്കണം. നമുക്ക് പോരാഴിയൊക്കെ നമുക്ക് ഇനിയും വയ്ക്കാനുണ്ട്. കരിഞ്ഞ് കഴിയുമ്പോൾ വേറെ ഒരു രുചി വരും. അപ്പോൾ കരിയരുത്. ഇഞ്ചി വറുക്കുവാണെങ്കിൽ പിന്നെ അതിലിട്ട് തന്നെ കറി അങ്ങ് ശരിയാക്കാം. കണ്ടോ? ഇത് ഇത്രയും. ഇനി ഒന്നും കൂടെ മൂക്കും. അപ്പം അത് നമുക്ക് വാങ്ങാം. നമുക്ക് ഇഞ്ചി അങ്ങോട്ടിട്ട് വറുക്കാം.
കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഞാൻ ആ മുളക് പൊടി കുറച്ചിട്ടത്. ഇതിപ്പോൾ വേണ്ട. ഇത് നമുക്ക് ഇത് വറുത്ത് കഴിയുമ്പോഴാണ് ബാക്കിത്തെ സാധനങ്ങൾ കാണുന്നത്. ഇതിൻ്റെ വെള്ളം അങ്ങ് വലിഞ്ഞ് കഴിയുമ്പോൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വേഗം മൂത്തോളും. ഈ നല്ല എരിവുള്ള ഇഞ്ചിയാണെങ്കിൽ ചതച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞ് കളയും. അതല്ലെങ്കിൽ പിഴിഞ്ഞ് കളയണ്ട. ഇതിപ്പോൾ അധികം മൂപ്പ് കുറവ് നോക്കാത്തത്, അതുകൊണ്ട് ഞാനിത് ഇടിച്ച് പിഴിഞ്ഞ് കളയണില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഗുണം മണമൊക്കെ പോകും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഓണത്തിന്. ഈ പാകത്തിന് നമ്മൾ കോരിയെടുക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ വറുത്തെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കും. നമുക്ക് ആ തേങ്ങ ഇതിൻ്റെ കൂടെ വറക്കാം, പക്ഷെ മൂപ്പ് വരില്ല. ശകലം ഒന്ന് ചുമന്ന് വന്നെങ്കിലാണ് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിടുവോ കൈ കൊണ്ടൊന്ന് ഒതുക്കി തിരുമ്മി കൊടുത്താൽ അത് പൊടിഞ്ഞോളും. അപ്പോൾ അതുപോലെ ആക്കി ഇടുകയോ ചെയ്യണം കേട്ടോ. അതാണ് നല്ലത്. അതല്ല ഇനി ഇഞ്ചി കടിക്കണത് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതാണ്. ഇതിങ്ങനെ വറുത്തിടണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചിക്കറി ഇരുന്നാൽ ചീത്തയാവില്ല. പച്ചയ്ക്ക് തേങ്ങ ഇടുമ്പോൾ അത് ചീത്തയായി പോകും. അതുകൊണ്ടാണ് നമ്മളിത് വറുത്തിടണത് കേട്ടോ. ഉപ്പിച്ചങ്ങ് കോരിയിടും. അപ്പോൾ നല്ല രുചി കിട്ടും. പാകം തേങ്ങ കണ്ട വറുത്തതാണ്. ഇതുപോലെ കോരിയെടുക്കണം. നമ്മൾ ഈ എണ്ണ തന്നെ കടുകൊക്കെ മൂപ്പിച്ചിടും. നമുക്കത് അരച്ചെടുക്കാം. നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി അരച്ചെടുക്കണം. അത് തണക്കാൻ വേണ്ടി നമ്മൾ വെച്ചതാണ്. അപ്പോഴത്തേക്കും നമ്മളിതെല്ലാം വറുത്ത് കോരി എടുത്തു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി അത് അരച്ചെടുക്കാം കേട്ടോ. കാണാം. ഈ ഇഞ്ചി ഇതുപോലെ ഒന്നങ്ങ് ഒതുക്കി കൊടുക്കണം കേട്ടോ. പൊടിഞ്ഞില്ലേ ഇതേ നല്ല പോലെ പൊടിച്ചെടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പുളി അങ്ങ് ഒഴിച്ച് കൊടുക്കണം. പുളി അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാം കൂടെ ഇതിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ശകലം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഇഞ്ചിയും തേങ്ങാക്കൊത്തും ഉപ്പും എല്ലാം ഇട്ട് വെന്ത് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അത് പറ്റി. ഇനി നമുക്ക് അരച്ച് കൊണ്ടുവന്നത് അങ്ങോട്ട് ഇടാം. എന്തൊക്കെയാണ് നമ്മൾ അരച്ച് വെക്കുന്നത്? മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ, ഇത്രയും സാധനം. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ. ഈ തേങ്ങ എങ്ങനെ നോക്കിയാലും മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഒക്കില്ല. വെള്ളം ഇല്ലാതെ അരയ്ക്കുവാണ് നല്ലത് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. തിളച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു
200 ഗ്രാം ഇഞ്ചിയുണ്ട് കേട്ടോ. അത്രയും സാധനം ഞാൻ വെച്ചിട്ടുള്ളേ. ഇനി ഇവനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. വറുത്ത എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കേട്ടോ. ഇത്രയും എണ്ണയാണ് നമുക്ക് ആകെ അതിന് ചിലവായേക്കണത്. പട്ടിക്ക് ബുദ്ധിമുട്ട് തുടങ്ങും. ആ പട്ടീനെ ഒന്ന് പൊട്ടി മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് ഒന്ന് ഇതായിക്കോട്ടെ. ഇനി കരിവേപ്പില, ഉള്ളി. നമുക്ക് കടുക് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇപ്പം നോക്കട്ടെ. ഇതിനൊരു ബ്രൗൺ കളർ നമ്മൾ തേങ്ങ അരച്ചിട്ടത് കൊണ്ടല്ലേ? അതെ, തേങ്ങ വറുത്തരക്കണോണ്ടാ. ഇല്ലെങ്കിൽ നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നേ. അടിപൊളി കറിയാ കേട്ടോ. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണേ. എടുത്ത് വെക്കില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ മമ്മി സ്പെഷ്യൽ വറുത്തരച്ച് ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല അടിപൊളിയാണ്. ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.